ഹായ് ഗായ്സ്, കുറച്ച് തോരൻ വെച്ചാലോ? ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ. അപ്പം പെട്ടെന്നൊന്ന് തോരൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തോരനൊരു ദേശീയ ഭക്ഷണമായിരുന്നു. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ബീൻസ് പിന്നെ മറ്റേ അച്ചിങ്ങപ്പയറില്ലേ, അത് ഇതൊക്കെയായിരുന്നു അന്നത്തെ ദേശീയ ഭക്ഷണങ്ങൾ. എന്നും തോരനാ. മീനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പൊതി കൊണ്ടുപോകുമ്പോൾ എന്നും ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അയ്യോ, അതൊക്കെ ഒരു കാലം. ഞാൻ ബീൻസ് ഇങ്ങനെ സാധാരണ നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ പലയിടത്തും പല രീതിയാണ്. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ബീൻസിൻ്റെ നന്നായിട്ട് കഴുകി അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നല്ല കുനുകുനാന്നരിയും. തീരെ പൊടിയായിട്ട് അരിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാകും. പിന്നെ ഉള്ളിയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ സവാളയേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് സവാള എടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഏറെ തേങ്ങ ഇടും. തേങ്ങയും ഇട്ട് ശകലം മഞ്ഞൾ പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലപോലെ ഞെരടും. നന്നായിട്ട് ഞെരടണം. ഞെരടി അത് നല്ല സോഫ്റ്റാകും. എന്നിട്ട് നമ്മളിപ്പം ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് ശകലം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ അത് ഇട്ട് നന്നായിട്ട് മൂടി വെച്ച് ഇടയ്ക്ക് തുറന്ന് വെച്ച് നോക്കിയൊക്കെ വേവിക്കണം കേട്ടോ. ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഒട്ടും വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിച്ചാൽ വെള്ളച്ചൊവ ഉണ്ടാവും, നമുക്ക് കഴിക്കാൻ കൊള്ളില്ല. ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ആ ഒഴിച്ച എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാവും.